ഹായ്, ഞാൻ സുധാ മഴമേഘം. ഇന്ന് നമ്മളിവിടെ പുതിയതായിട്ട് ഒരു ഡിഷ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട്ലറ്റാണ്. നമ്മൾ നോണൊന്നും ഉപയോഗിക്കാതെ വെജിറ്റബിൾ കട്ട്ലറ്റാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾക്ക് അതിന് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കണ്ടേ? വരൂ, കാണിച്ചു തരാം. ഉരുളക്കിഴങ്ങ് ഞാനൊരു മീഡിയം സൈസ് ഒരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് റവയാണ്. അത് വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അത് രണ്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പിന്നെ കറിവേപ്പില, മല്ലിത്തഴ ഉണ്ടെങ്കിൽ അതുകൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങിനെ തൊലിയോടുകൂടി തന്നെ നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേകുമ്പോഴേക്ക് നമ്മൾക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ആദ്യം തന്നെ ഇട്ടിട്ട് നമ്മൾ തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിക്കുക. അതിന് ശേഷം മറ്റുള്ളത് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ മുട്ട ചേർക്കണില്ല. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാനും പറ്റും. മുട്ടയിലിട്ട് മുക്കിയെടുത്തു, അവിടെ ഒട്ടിപ്പിടിച്ചു, അങ്ങനെയുള്ള പ്രശ്നമേ ഇല്ല. ഇതിലേക്ക് നമ്മൾക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് കുരുമുളക് പൊടി. ഇത് നമ്മൾക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഉരുളക്കിഴങ്ങ് വേവിച്ചതും നമ്മുടെ റവ ഞാൻ കാണിച്ചല്ലോ അതും എല്ലാം കൂടെ നമ്മൾക്ക് അതിൻ്റെ പരുവത്തിലാക്കിയിട്ട് കുഴച്ചെടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് തോന്നുന്നു. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമ്മൾക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, തൊലിയൊക്കെ നന്നായി അടർന്നിട്ട് വൃത്തിക്ക് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചൂടോടെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് അതിനെ ഒന്ന് ഉടച്ചെടുക്കാം. അതിന് ശേഷം പിന്നെ ഞാൻ അടുത്തത് കാണിച്ചു തരാം. നല്ല ചൂടോടെ തന്നെ വൃത്തിക്ക് അതിനെയൊക്കെ തൊലി കളഞ്ഞ് നമ്മൾക്കത് ഉടച്ചെടുക്കുന്നതും ചൂടോടെ ആയിരിക്കണം. അപ്പം നല്ലോണം മൈ പോലെ ഉടഞ്ഞ് കിട്ടും. കൈക്ക് നല്ല ചൂടുണ്ട്. എന്നാലും നമുക്ക് പതുക്കെ ചെയ്യാം. അപ്പം നമ്മൾക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചെടുക്കാം. കണ്ടില്ലേ, നല്ലവണ്ണം വെന്തപ്പോൾ വൃത്തിക്ക് വരുന്നുണ്ടല്ലോ. ഇങ്ങനെ ആയിരിക്കണം. ഇത് ഉണ്ടാക്കാൻ ഒരു കഷ്ടവും ഇല്ല. ഈ ഉരുളക്കിഴങ്ങ് വേകണം, നമ്മുടെ ആ മസാലക്കൂട്ട് ഒന്ന് വറുക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾക്ക് എന്തായാലും ചായക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ കടി. സ്നാക്സ് ഐറ്റംസ് ആണെങ്കിലും എണ്ണ പലഹാരം ആണെങ്കിലൊക്കെ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് ഓരോന്ന് കണ്ടുപിടിക്കുക, നമ്മൾ ചെയ്ത് നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഉടച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അപ്പോഴേ വറുത്ത് വെച്ചല്ലോ എന്തൊക്കെയാണ് ഇതിൽ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക്, ഇതെല്ലാം വഴറ്റിയതാണ്. ഇതിനെ നമ്മൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് റവ കുറച്ചിട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇനി ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമ്മൾക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈർപ്പമൊക്കെ ഈ റവയൊന്ന് വലിച്ചെടുക്കുകയും ചെയ്യും. നമ്മൾക്ക് നന്നായിട്ട് വൃത്തിക്ക് ഉരുട്ടാനായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൈ കൊണ്ട് വൃത്തിയായിട്ട് കുഴച്ചെടുക്കാം. ഇത് നമ്മൾക്ക് കുഴച്ച ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ റവ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈർപ്പമൊക്കെ വലിച്ചെടുത്തിട്ട് ശരിക്കും ചപ്പാത്തി മാവിൻ്റെ ആ പരുവത്തിൽ നമ്മൾക്ക് ആയി കിട്ടും. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. എവിടെയും ഒട്ടണമൊന്നുമില്ല, വൃത്തിക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണ്ടേ, അതുകൂടെ ചെയ്യാം. ഈ ഉരുളക്കിഴങ്ങ് വേകുമ്പോഴേക്ക് നമ്മൾ ആ മസാലക്കൂട്ടൊക്കെ ഒന്ന് വറുത്ത് വെച്ചു.
വെന്തത് നമ്മൾക്ക് ഉടച്ച് വൃത്തിയായിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ തന്നെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക, നമുക്ക് ചുട്ടെടുക്കാം. അത്രേ ഇതിന് പണിയുള്ളൂ. മാവ് ഇതാ കറക്റ്റായിട്ട് ടൈറ്റിൽ പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ശകല ഇലയിൽ ഇത്തിരി എണ്ണ തേച്ചിട്ട് നമുക്കിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ കയ്യിലൊന്നും ഒട്ടുമില്ല, വൃത്തിയായിട്ട് വരും. കണ്ടില്ലേ? ഇതിൽ മുട്ടൻ്റെയോ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ വേറെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് മുട്ട നമ്മൾ ഉടച്ചിട്ട് അത് നന്നായി ബീറ്റ് ചെയ്ത ശേഷം അതൊന്ന് മുക്കിയിട്ടാണല്ലോ എടുക്കുക. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. റവ കൊണ്ട് എത്ര പെട്ടെന്നാണ് നമ്മൾക്കിത് തയ്യാറാക്കാൻ പറ്റുന്നത്. നമ്മുടെ എണ്ണയൊക്കെ നന്നായി കാഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിൻ്റെ ഉൾവശമൊക്കെ നമ്മൾക്കൊന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പം നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഒരു വശം കുറച്ചായിട്ടുണ്ട്. നമ്മൾക്കിങ്ങനെ 2 തവണയും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് മൊരിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഇത് ഉരുളക്കിഴങ്ങൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ശരീരത്തിനും അത് നല്ലതാണല്ലോ. നല്ല പ്രോട്ടീനും ഒക്കെ ഉള്ളതല്ലേ ഉരുളക്കിഴങ്ങ്. അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പം നമ്മുടെ കട്ട്ലറ്റ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഈ കളറായി കഴിഞ്ഞാൽ നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഒരു തവണയും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അതുകൂടെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ കട്ട്ലറ്റ് എത്ര സിമ്പിളാണ്, കണ്ടില്ലേ? നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഇവിടെ എല്ലാം സിമ്പിളാണ്.